നമസ്കാരം. മിഡ് ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനത്തിന് തീപിടിച്ചു. അപകടം. ദുബായ് വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ യാത്രക്കാരെ രക്ഷപ്പെടുത്തി. മലയാളികൾക്ക് പരിക്ക്. വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനത്തിന് ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തീപിടിച്ചിരിക്കുന്നു. റഹീസ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ്, അതിൽ എത്ര മലയാളികൾ ഉണ്ടെന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? 60 മലയാളികളുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് കേരള സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി അപകടമുണ്ടായി, ആർക്കും പരിക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊപ്പോൾ മന്ത്രി KT ജലീലുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള വിദേശത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ KT ജലീൽ നമ്മളോട് പ്രതികരിക്കുകയാണ്. പ്രാഥമികമായ ഒരു വിവരങ്ങൾ കിട്ടിയ ഏതാണ്ട് 250ഓളം യാത്രക്കാരുള്ള വിമാനമാണ് അതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തീയാണ്, അല്ലാതെ മറ്റു യന്ത്ര തകരാറൊന്നും അല്ല എന്നാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. യാത്ര ചെയ്തിരുന്ന ജോജി എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ ആ സുഹൃത്തുമായിട്ടാണ് ഞാനിപ്പോൾ കോൺടാക്ട് ചെയ്തത്. ജോജിയുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് ഇപ്പോൾ ഒന്ന് ബന്ധപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും സുരക്ഷിതരാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനകത്ത് എത്ര മലയാളികളുണ്ട് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? സ്വാഭാവികമായിട്ടും മഹാഭൂരിഭാഗവും മലയാളികൾ തന്നെയാവും. 95% മലയാളികൾ തന്നെയാവും. തിരുവനന്തപുരത്ത് നിന്ന് പോയ ഫ്ലൈറ്റ് ആണല്ലോ ദുബായിലേക്ക്. 274ഓളം പാസഞ്ചേഴ്സ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ആർക്കും ഒരു അപകടം ഉണ്ടായതായ ഒരു വിവരവുമില്ല. ഇല്ല. ഞാൻ ജോജിയുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കോൺടാക്ട് ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തര സമ്പർക്കത്തിലാണ് സൗദി. തീർച്ചയായിട്ടും. ഇതാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം. അപകടമുണ്ടായതായി ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പ്രാഥമികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്രയും വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കുറവോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നിരന്തരം KT ജലീൽ അടക്കമുള്ള മന്ത്രിമാർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമസ്കാരം. ന്യൂസ് അറ്റ് 4ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എമിറേറ്റ്സ് വിമാനം ദുബായിൽ ലാൻഡിംഗിനിടെ തീപിടിച്ചു. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്നും പോയ വിമാനം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എഞ്ചിനിൽ നിന്നും തീ പടരുകയായിരുന്നുവെന്ന് യാത്രക്കാർ. വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചു. അപകട കാരണം കണ്ടെത്തിയിട്ടില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ്. മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും പോയ എമിറേറ്റ്സ് വിമാനം ദുബായിൽ ലാൻഡിംഗിനിടെ തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എഞ്ചിനിൽ നിന്നും തീ പടരുകയായിരുന്നു. ടെർമിനൽ 3-ലെ റൺവേ അടച്ചു. യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. എമർജൻസി എക്സിറ്റിലൂടെ യാത്രക്കാർ ചാടി രക്ഷപ്പെടുകയായിരുന്നു. വിമാനത്തിൽ 60% മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:45 വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. ലാൻഡ് ചെയ്യുന്നതിനിടെ എഞ്ചിൻ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാർ അത്തരത്തിലാണ് പറയുന്നത്. ചിലർക്ക് നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടുമ്പോഴായിരുന്നു പലർക്കും പരിക്കേറ്റത്. എമർജൻസി വാതിലിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ ജോജി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലാൻഡ് ചെയ്തപ്പോൾ തന്നെ വിമാനത്തിന്റെ വലത് സൈഡിലുള്ള ഒരു എഞ്ചിൻ തെറിച്ചു പോവുകയും വിമാനം കത്തുകയും ചെയ്തു. വിമാനത്തിന്റെ മുന്നിലുള്ള എമർജൻസി എക്സിറ്റിൽ കൂടെ ഞങ്ങൾ എല്ലാവരും ചാടി രക്ഷപ്പെടുകയും ഞങ്ങളെ അവിടെ നിന്ന് ഞങ്ങൾ റൺവേയിൽ കൂടെ നടന്ന്
ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഇരിക്കുകയും ഇപ്പോൾ ഞങ്ങളെ ഒരു ബസ്സിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് എമിറേറ്റ്സ് എയർലൈനിന്റെ ഉദ്യോഗസ്ഥന്മാർ വേണ്ട ഡീറ്റെയിൽസുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്റെ അറിവനുസരിച്ച് എല്ലാ പാസഞ്ചേഴ്സും എല്ലാ ക്രൂവും രക്ഷപ്പെട്ടതായിട്ടാണ് എന്റെ അറിവ്. ഈ വിമാനത്തിൽ നിന്ന് ചാടിയ കൂട്ടത്തിൽ പല യാത്രക്കാർക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. എന്റെ ഇടത് കൈക്ക് സാരമായ പരിക്കുണ്ട്. വിമാനത്താവളം കംപ്ലീറ്റ് ഇരുന്ന് മൂടി കിടക്കുകയാണ്. ദുബായ് വിമാനത്താവളം ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിമാനം ലാൻഡ് ചെയ്ത ശേഷം വീണ്ടും ഉയർന്നു പൊങ്ങി താഴേക്ക് പതിച്ചെന്ന് യാത്രക്കാരനായ സായി ഭാസ്കർ പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു അറിയിപ്പൊന്നും കിട്ടിയിരുന്നില്ല. അത് പക്ഷേ ഫ്രണ്ട് കൊണ്ട് കുത്തി വീണ്ടും പൊങ്ങിയതിന് ശേഷം വീണ്ടും വന്ന് തലത്തിടിച്ച്, പക്ഷേ യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവസാനമായിട്ട് ഒരു മിനിറ്റ് കൂടെ അതിനകത്ത് നിൽക്കേണ്ടി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ കിട്ടപ്പെട്ടായിരുന്നു. അതായിരുന്നു അവസ്ഥ. ശരിക്കും ഞങ്ങളൊക്കെ സേഫായിട്ട് ലാൻഡ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ഫീലിംഗും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് സൈഡിൽ നിന്ന് പുക വന്നപ്പോഴാണ് ശരിക്കും അപകടം മണത്തത്. എമർജൻസി എക്സിറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങള് യാത്രക്കാർ ഞാൻ പുറത്തിറങ്ങി ഒരു മിനിറ്റ് തികഞ്ഞപ്പോൾ തീകോളം പൊട്ടിത്തെറിക്കുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ മന്ത്രി കെ ടി ജലീലിനൊപ്പം നമ്മുടെ പ്രതിനിധി ഷിജു ചേരുന്നു. ഷിജു, എന്താണ് ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ പ്രതികരണം? പ്രഫുല, ഞാനിപ്പോൾ മന്ത്രി കെ ടി ജലീലിനോടൊപ്പമുള്ളത്. അദ്ദേഹം ഇതിന്റെ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മിനിസ്റ്ററോട് അവർക്ക് സർക്കാർ തലത്തിൽ ലഭിക്കുന്ന വിവരങ്ങളെ കുറിച്ച് ചോദിക്കാം. ഇപ്പോൾ ഈ എമിറേറ്റ്സ് വിമാനത്തെക്കുറിച്ച് എന്ത് വിവരമാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്? എന്തൊക്കെ വിവരങ്ങളാണ്? ഒഫീഷ്യലായിട്ട് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവരെല്ലാവരും സുരക്ഷിതരാണ്. സാങ്കേതിക തകരാറാണോ അതല്ല പൈലറ്റിന്റെ പരിചയക്കുറവാണോ എന്നുള്ള കാര്യമൊക്കെ ഇനിയും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായിട്ടാണുള്ളത്. അറ്റ് പ്രസന്റ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വിമാനത്തിൽ എത്ര മലയാളികളുണ്ട്? അതിൽ അവരൊക്കെ സുരക്ഷിതരാണോ? ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? ആർക്കും പ്രത്യേകിച്ച് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും സുരക്ഷിതരാണ് ദുബായ് എയർപോർട്ടിൽ എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എയർലൈൻസിന്റെ അധികൃതരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ വിവരവുമായി ബന്ധപ്പെട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും വളരെ തിരക്കിലാണ്. അതുകൊണ്ട് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്താണ് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോഴ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള മലയാളികൾ എത്ര പേര് യാത്രക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ്? 60 പേര്. അതെ, അത്ര തന്നെ. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ഈ വിമാനം ഇപ്പോഴ് ദുബായ് എയർപോർട്ടിൽ തന്നെയാണുള്ളത്? അതെ. ദുബായ് എയർപോർട്ടിൽ ദുബായ് എയർപോർട്ട് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഈ യാത്രക്കാരെങ്കിലുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ശ്രമിച്ചിരുന്നു. പക്ഷെ ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഒരാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ. അദ്ദേഹം ബിസിയാണ്. ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ അദ്ദേഹത്തെ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ബിസി എന്നാണ് തോന്നുന്നത്. ദുബായിലെ അപകടത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞത്. വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു.